മുസ്ലിം ലീഗ് ചിന്തിക്കുന്നത് വർഗീയപരമായിട്ട് മാത്രമാണെന്ന് വീണ്ടും വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങളൊന്നും വ്യക്തമാവുന്നില്ല എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. ഇവിടെ പല തരത്തിലുള്ള പല സാമുദായിക നേതാക്കളൊക്കെ ഉണ്ട്. അവർക്കൊന്നും നേരെ ആരും ഇത്ര വലിയുള്ള ആക്രമണങ്ങളോ വിമർശനങ്ങളോ നടത്തുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളിക്കെതിരെ നടത്തുന്നുണ്ട്. അതിന് പക്ഷേ കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. അത് അദ്ദേഹം അർഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം പ്രതികരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം. വെള്ളാപ്പള്ളി നന്നാവാൻ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നില്ലേ? ഒരു സമുദായത്തെ തന്നെയല്ലേ അദ്ദേഹം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? അല്ല, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിന് പ്രഹരമേൽപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഈ വാചകമാണ് എന്ന നിലയിൽ ചർച്ച നടക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൻ്റെ പ്രശ്നം? കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്ന, കേരളത്തിൽ മനുഷ്യരെ മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് പ്രാപ്തമാക്കിയ, കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് നിലപാടെടുത്ത, അതുപോലെ തന്നെ സവർണ മേധാവിത്വത്തിൻ്റെ ദുരാചാരങ്ങളെ അതിശക്തമായിട്ട് വെല്ലുവിളിച്ച ഒരു മനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന വിലയിരുത്തലാണ് പൊതുവെ മനുഷ്യസ്നേഹികൾക്കുള്ളത്. ഒരാളെ നിങ്ങൾക്ക് പല തരത്തിലും എന്ത് ചെയ്യാം, വായിക്കാം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൽ നവോത്ഥാന നായകനായിട്ട് മാറിത്തീരുന്നത്. ഇപ്പം നാളെ അയ്യങ്കാളിയുടെ ജന്മദിനമാണ്. അതിൻ്റെ അനുസ്മരണങ്ങൾ കേരളത്തിൽ മുഴുവനും നടക്കുന്നതാണ്. ഞാനൊരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കാളിയുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെയിലെ നമ്മൾ ഈ കേരളത്തിൻ്റെ നവോത്ഥാനം ചർച്ച ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അതേപോലെ തന്നെ അതിനൊപ്പം ധീവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദം എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പിൻ്റേതാണ്. അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് ഈ നവോത്ഥാന നായകരെന്ന നിലക്ക് പലരും ചർച്ച ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു, അത് കഴിഞ്ഞ് അയ്യങ്കാളി, അത് കഴിഞ്ഞ് പണ്ഡിറ്റ് കറുപ്പൻ, മൂന്ന് പേരുടെയും ഇടപെടലുകൾ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലായിരുന്നു. ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട ഒരു കേരളമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, മാറി ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിൽ മുസ്ലിം സമുദായവും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, അതങ്ങനെയാണ്. അല്ലാണ്ട് SNDP നമുക്കതിന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നതല്ല. അങ്ങനെ അത് മാറിത്തീരുകയും മുസ്ലിം ലീഗിനെ മുൻനിർത്തി നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ഭർസനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം അത് ചീത്ത വിളിക്കുന്നു. അത് മുഴുവനും മുസ്ലിം സമുദായത്തിനെതിരായ, മുസ്ലിം ലീഗിനെയാണ് അദ്ദേഹം ചീത്ത വിളിക്കുന്നത്, പക്ഷേ അത് മുസ്ലിം സമുദായത്തിനെ മുഴുവനും ചീത്ത വിളിക്കുന്ന തരത്തിലായി മാറിത്തീരുന്നു എന്നാണ് പുതിയ വായന. അതാണ് പ്രശ്നം. അത് തന്നെയാണ് കുഴപ്പവും. മുന്നണികൾ മുസ്ലിം ലീഗ് എന്ന വർഗീയ സംഘടനയെ താലോലിക്കുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉമ്മാക്കിയൊന്നും കാണിച്ച് തന്നെ പേടിപ്പിക്കേണ്ട, താൻ ഭയന്നോടില്ല എന്നാണ് ഈ യോഗനാഥത്തിൻ്റെ പുതിയ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി എഴുതിയിരിക്കുന്നത്. വേട്ടയാടാൻ വരുന്നവരോട് എന്നൊരു തലക്കെട്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ താൻ പറയുമ്പോൾ താൻ വേട്ടയാടുന്നു എന്ന് പറയുന്നൊരു ദുഃഖം കൂടി വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണോ എന്ന് ചോദിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഈ പേരാമ്പ്ര MLA ആയിട്ടുള്ള ഫാത്തിമ തഹലിയ ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നിലവിളക്ക് തെളിയിച്ചു. വലിയ കോലാഹലങ്ങളാണ് മതസംഘടനകൾ, പ്രത്യേകിച്ചും സമസ്തയൊക്കെ തഹലിയെ തിരുത്തിക്കൊണ്ടൊക്കെ ചില പ്രസ്താവനകളോ അഭിപ്രായങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായി. സമുദായത്തിൽ നിന്ന് പുറത്തു പോകും, ഇസ്ലാമിക വിരുദ്ധമാണ് ഇത്തരം നടപടികളെന്നൊക്കെയാണ്. അതിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ചില വിമർശനങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കത്യമുണ്ട്? അല്ല, വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾക്ക് സാങ്കത്യമുള്ളത് കൊണ്ടാണല്ലോ അത് നിലനിൽക്കുന്നത്. നമ്മൾ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്ന അഭിപ്രായങ്ങൾ ശരിയല്ലെന്നൊക്കെ പറയുമ്പോൾ എത്രയോ ആളുകളാണ് അത് ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നത്. അത് ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാർ വരുവാണ്. അതിൻ്റെ കാരണം ഈ വെള്ളാപ്പള്ളി മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന മുസ്ലിം സംഘടനകൾ കേരളത്തിൽ വളരെ ഉണ്ട്. അവർ സ്വാഭാവികമായിട്ടും ഉയർത്തുന്ന, ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ജീവിക്കുകയും കേരളത്തിൻ്റെ ഭരണകൂടത്തിൽ ഇടപെടുകയും
കേരളത്തിൽ ഭരിക്കാൻ നടക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിം MLA കേരളത്തിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള സാംസ്കാരിക സവിശേഷതയെ എതിർക്കുന്നത് എന്തുകൊണ്ട്? അത് പറയണമല്ലേ. നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ വളരെ കോമൺ ആയിട്ടുള്ള, വളരെ സാധാരണയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് ഹിന്ദു മതത്തിൻ്റെ ഒരു ആചാരമായിട്ടൊന്നുമല്ല കണക്കാക്കുന്നത്. അത് കേരളത്തിലാണ് നിലവിളക്ക്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഒരു കേരളീയതയുടെ ഭാഗമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനോട് നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭരിക്കാൻ വരണ്ട, നിങ്ങളെന്തിനാ MLA ആവണം, നിങ്ങളെന്തിനാ മന്ത്രിയാവണം, നിങ്ങൾ പള്ളിയിലേക്ക് ഇരുന്നൂടെ, ഒരു പ്രശ്നമില്ലല്ലോ, വിളക്ക് കത്തിക്കേണ്ട ഒന്നും വേണ്ട. അപ്പോൾ അവർ നമ്മുടെ ഭരണകൂടത്തിൽ ഇടപെടുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? ഭരണകൂടത്തിൽ ഇടപെടുമ്പോൾ അവർ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ പൊതുസമൂഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്, അതവരുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ആളുകൾ അംഗീകരിക്കുന്നത്? ഈ ഫാത്തിമ തഹലിയ ജയിച്ചെങ്ങനെ? മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത്? അല്ലല്ലോ. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ വോട്ട് കൊണ്ടാണ് അവർ ജയിച്ചത്. അപ്പോൾ അവർക്ക് അവരുടെ പൊതു താല്പര്യത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. കാരണം അവരൊരു പൊതുസമൂഹത്തിൻ്റെ പാർട്ടാണ്. MLA എന്ന് പറഞ്ഞാൽ അതാണ്. MLA നിലവിളക്ക് കത്തിക്കണം, അത് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് കത്തിക്കാതിരിക്കുന്നതിനെ എതിർക്കേണ്ടതാണ്. ശരി, അതവിടെ മാത്രമല്ല. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ അയാൾ നിലവിളക്ക് കത്തിച്ചാൽ നമുക്കെന്താണ്, നമുക്ക് ചോദിക്കാം. പക്ഷെ ഇതൊരു സോഷ്യൽ ഫ്രെയിമിനെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഒരു മന്ത്രി പറയാണ് എനിക്ക് നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല. അങ്ങനെ പല മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് പറയണ്ടേ അവരോട്? അത് ശരിയാണെന്ന് പറയാൻ മറ്റു രാഷ്ട്രീയ നേതാക്കൾ തയ്യാറല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെപ്പോലുള്ള ആളുകൾ പറയും, അവർ കേൾക്കേണ്ടി വരും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നമ്മൾ പൊതുവെ ഇതിൻ്റെ പെർസ്പെക്റ്റീവ്സ് വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ KM ഷാജി. പക്ഷെ ഇതൊക്കെ പറയുന്നതിൽ നിന്ന് വെള്ളാപ്പള്ളിയെ ഇൻഎലിജിബിളാക്കി മാറ്റി തീർക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വഭാവ സവിശേഷതകളും പ്രവൃത്തികളുമാണ്. അത്ര ഉള്ളത്. ഞാൻ പറഞ്ഞ നല്ല പൊളിറ്റിക്കലായിട്ടുള്ള പ്രസൻസിലെ പൊളിറ്റിക്കൽ കൺസെപ്റ്റിനകത്ത് വെള്ളാപ്പള്ളി പറയുന്ന ആശയങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ കേരളീയ സമൂഹത്തിന് തള്ളിക്കളയാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയുടെ ഒരു രീതി, മൈക്രോ ഫിനാൻസ് കേസ്, പല വിഷയങ്ങൾ, പിന്നെ അദ്ദേഹം പൊതുവെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ്, ഇതും കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെള്ളാപ്പള്ളിയുടെ മേൽ കുതിര കയറാൻ വളരെ എളുപ്പമാണ് ആൾക്കാർക്ക്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ആരും തയ്യാറാവില്ല. കാരണം അതാണ് പുള്ളിയുടെ കയ്യിലിരിപ്പ്. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു കൃത്യമായ പൊളിറ്റിക്സ് ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ CPM-നെ സഹായിക്കാൻ നടക്കുമ്പോൾ CPM-ൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, സഹായം പ്രതീക്ഷിക്കുന്നു. മകൻ BJP-യെ സഹായിക്കാൻ നടക്കുന്നു. അപ്പം മകൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? BJP-യിൽ നിന്ന് സഹായം നേടുകയാണ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ കോൺഗ്രസുമായിട്ട് ചങ്ങാത്തലിനായി വെള്ളാപ്പള്ളി നടേശൻ. അപ്പം അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ പൊതുവെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന പൊതു കാഴ്ചപ്പാടാണ് കേരളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുണ്ടാക്കിയത് വെള്ളാപ്പള്ളിയാണ്, നമ്മളാരും അല്ല ഉണ്ടാക്കിയത്. അതാണ് വിഷയം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും എതിർക്കപ്പെടുന്നത്. പല കാര്യങ്ങളും ശരിക്കും എതിർക്കേണ്ടതുണ്ട് താനും. അപ്പോൾ സത്യവും അർദ്ധസത്യവും ഒക്കെ ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ വചനങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വലിയ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ നിലവിളക്ക് കത്തിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഈ ആചാര പ്രചാരണം എന്ന് പറയുന്നത്, അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാണ്ടിരുന്നത്. രാഷ്ട്രീയത്തിൽ വന്നിട്ട് കേരളത്തിലെ MLA ആയിട്ട്, കേരളത്തിലെ മന്ത്രിയായിട്ട് യുവ പണി ചെയ്യാൻ നടക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയേണ്ടി വരും.